വിശ്വസിക്കാൻ മടുപ്പുള്ളവരും വിശ്വസിക്കാൻ നിഷേധചിന്തയുള്ളവരും ശാസ്ത്രവുമുള്ളവരും വെറുപ്പുള്ളവരും അസൂയുള്ളവരും ജൂതന്മാരാണ്. ആ ജൂതന്മാരെ ഒന്നില്ലാതെ കൊല്ലപ്പെടുമെന്നും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഇന്നവർ കൊന്നൊടുക്കുന്നതിന് കണക്ക് തീർത്തുകൊണ്ട് പണ്ടവരെ കൊല്ലപ്പെട്ടതിൻ്റെ പ്രതികാരാഗ്നിയാണ് അവരുടെ മനസ്സിൽ, രോഷാഗ്നിയാണ് അവരുടെ മനസ്സിൽ. ആ രോഷാഗ്നിയുള്ള അതേ വർഗം കരുണയില്ലാത്ത എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത് എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ പെരുമാറിയ ചരിത്രങ്ങളെല്ലാം അവർ അർഹിക്കുന്നത് തന്നെയാണെന്ന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള നിഷ്ഠുരന്മാരായിട്ടുള്ള ജൂതന്മാർ. ആ ജൂതന്മാരെ ഒളിപ്പിക്കാൻ വല്ല നിലത്തിലും കുണ്ടോ കുഴിയോ ഉണ്ടെങ്കിൽ ആ കുണ്ടും കുഴിയും ഇതാ ഒരു ജൂതൻ ഇവിടെ ഒളിച്ചിരുന്നിരിക്കുന്നു, അതുകൊണ്ട് കൊല്ലൂ എന്ന് വിളിച്ചു പറയും. ആ പ്രദേശവും മരവും വൃക്ഷവും ഒളിച്ചിരുന്ന കുറ്റിക്കാടുകൾ വരെയുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന വിധം ജൂതനൊന്നില്ലാതെ കൊല്ലപ്പെടുകയും ക്രിസ്ത്യാനികളൊന്നില്ലാതെ മുസ്ലിമാകുകയും ചെയ്യുന്ന ഒരു ലോകം. ആ ലോകത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. പക്ഷെ ഇപ്പോഴും ഇസ്ലാമിൽ തന്നെയാണ് എല്ലാവർക്കും പേടി. എന്താണ് പേടി? ഇസ്ലാമിൻ്റെ അജയ്യത കൊണ്ട് തന്നെ, ഇസ്ലാമിൻ്റെ പ്രാമാണികത കൊണ്ട് തന്നെ, ഇസ്ലാമിൻ്റെ ജയം അതിനുള്ള ശേഷി കൊണ്ടു തന്നെ. ആ പേടിയാണ് എല്ലാവർക്കും. ആരാണ് നമ്മുടേതായി നമ്മെ ഇഷ്ടപ്പെടുന്നവരായുള്ളത്? നമ്മുടെ സംസ്ഥാനത്തുണ്ടോ? നമ്മുടെ രാജ്യം ഭരിക്കുന്നവരിലുണ്ടോ? നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിലുണ്ടോ? ഇല്ല. നമ്മുടെ വോട്ട് വേണ്ടവരേ ഉള്ളൂ. നമ്മുടെ വോട്ടേ ആവശ്യം. കഥയും ഇത് തന്നെ. ദീൻ ഇസ്ലാം ഏതെങ്കിലും കാലത്ത് ലോകത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ മതമായി നിന്നിട്ടുണ്ടോ? ഇല്ല തന്നെ. ലോകത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ മതം ഇസ്ലാമല്ല, അനിസ്ലാമാണ്, കുഫ്റാണ്. ആ കുഫ്ർ ഭൂരിപക്ഷവും സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോഴും പ്രമാണം കൊണ്ട്, വെളിച്ചം കൊണ്ട്, പ്രാമാണികത കൊണ്ട്, ബൗദ്ധികമായിട്ടുള്ള ആ സ്ഥാനം കൊണ്ട് പരിശുദ്ധ ഇസ്ലാം മുന്തി നിന്നിട്ടുണ്ട്, ഉയർന്നു നിന്നിട്ടുണ്ട്. ആ ഉയർച്ച അൽ ഇസ്ലാമു യഅ്ലു വലാ യുഅ്ലാ അലൈഹി, അതിനുമേൽ മറ്റാർക്കും ജയിക്കാൻ സാധ്യമല്ല. ഇസ്ലാം എന്തിനേയും ജയിക്കും എന്ന് പറഞ്ഞ ആ മഹത്തായ ജയം, അതിജീവനത്തിൻ്റെ ശേഷി അത് പരിശുദ്ധ ഇസ്ലാമിനുണ്ട്, അതിന്നുമുണ്ട്, അതെല്ലാവർക്കും മനസ്സിലാകുന്നുമുണ്ട്. അതിനെ കെടുത്താനും ഇല്ലാതാക്കാനുമാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ലോകരാഷ്ട്രങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ശക്തികളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. നമുക്കറിയാം ആരാണ് നമ്മുടേതായി നമ്മെ ഇഷ്ടപ്പെടുന്നവരായുള്ളത്. നമ്മുടെ സംസ്ഥാനത്തുണ്ടോ? നമ്മുടെ രാജ്യം ഭരിക്കുന്നവരിലുണ്ടോ? നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിലുണ്ടോ? ഇല്ല. നമ്മുടെ വോട്ട് വേണ്ടവരേ ഉള്ളൂ. നമ്മുടെ വോട്ടേ ആവശ്യമുള്ളൂ. മുസ്ലിമീങ്ങൾ എന്ന ഒരു വിഭാഗം എന്ന നിലക്ക്, മുസ്ലിമീങ്ങൾ എന്ന നിലക്കുള്ള എന്തെങ്കിലും നിലക്കുള്ള സേവനങ്ങളോ സഹായങ്ങളോ ചെയ്യേണ്ട വിധത്തിൽ ആരുമില്ല നമ്മളല്ലാതെ. ഇതൊക്കെ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ പടിഞ്ഞാറും യൂറോപ്യമാണല്ലോ ലോകത്തിൻ്റെ നായകന്മാർ, ലോകത്തിൻ്റെ പോലീസ്. ആ ലോകത്തിൻ്റെ പോലീസിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ലോകം. വൻശക്തികളൊക്കെ അങ്ങനെ തന്നെയാണ്. ആ വൻശക്തികൾ ആ നിലപാടിൽ തന്നെ പോവുകയുമാണ് എന്നതുകൊണ്ടും നമ്മൾ ദുഃഖിക്കേണ്ടതില്ല. ഇത്രയും കാലം, നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളുമെല്ലാം അള്ളാഹുവിൻ്റെ ദീൻ എങ്ങനെയാണ് അമ്പിയാക്കന്മാരിലൂടെ മുർസലീങ്ങളിലൂടെ ഇവിടെ നിലനിന്നു പോന്നത്? വന്ന് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ സമ്പൂർണ്ണ ദീനായി രൂപപ്പെട്ട് ഇസ്ലാം എന്ന മഹത്തായ ആ നാമത്തിൽ മുസ്ലിമീങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അനുയായികൾ എന്ന അർത്ഥത്തിൽ ഇത്ര വിശാലമായി ഈ ദീൻ വന്നപ്പോഴും ബഹുഭൂരിപക്ഷവും മറുഭാഗത്താണ്. പക്ഷേ ഇപ്പോഴും ഇസ്ലാമിൽ തന്നെയാണ് എല്ലാവർക്കും പേടി. എന്താണ് പേടി? ഇസ്ലാമിൻ്റെ അജയ്യത കൊണ്ട് തന്നെ, ഇസ്ലാമിൻ്റെ പ്രാമാണികത കൊണ്ട് തന്നെ, ഇസ്ലാമിൻ്റെ ജയം അതിനുള്ള ശേഷി കൊണ്ടു തന്നെ. ആ പേടിയാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ ഒന്നുണ്ട്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനാജനകമായ വിഷയങ്ങൾ കൊണ്ടൊന്നും വിശ്വാസികളെന്ന നിലക്ക് നമ്മൾ ഒരിക്കലും പ്രയാസപ്പെടേണ്ടതില്ല. കാരണം നാം വിശ്വസിച്ചു വരുന്ന കൂട്ടത്തിൽ നമുക്കറിയാം, ഇസ്ലാമിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് ജൂത ക്രിസ്തീയ വിഭാഗമാണ്. കാരണം മതം എന്ന നിലപാടിൽ ഇസ്ലാമിനെ നേരിടേണ്ടി വന്നിട്ടുള്ളതും ഇസ്ലാം അഭിമുഖീകരിച്ചിട്ടുള്ളതും ജൂത ക്രിസ്തീയ വിഭാഗത്തെ തന്നെയാണ്. മതം എന്ന നിലപാടിൽ ജൂത ക്രിസ്തീയ വിഭാഗത്തിന് തന്നെയാണ് കൂടുതൽ ഇസ്ലാമിനെ കുറിച്ചുള്ള പേടിയും. ആ ക്രിസ്ത്യൻ ശക്തിയാണ്, ജൂതന്മാരാണ്. ഈ രണ്ട് കൂട്ടരെപ്പറ്റുമുള്ള പാഠം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്.
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനിലുള്ള മൊഴികളും അവിടുത്തെ പ്രവചനങ്ങളും അങ്ങേയറ്റം സത്യമായി വിശ്വസിക്കുന്നവരാണ് നാം. നബി പറഞ്ഞു എന്നതുകൊണ്ട് തന്നെ സത്യമായി വിശ്വസിക്കുന്നവർ. എങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ തത്വങ്ങളുടെ കൂട്ടത്തിൽ ഒന്നുണ്ടല്ലോ, റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ആകാശത്ത് അല്ലാഹു തആല ജീവിപ്പിച്ചിരിക്കുന്ന മഹാനർ അന്ത്യകാലത്ത് ഇറങ്ങി വരുമെന്നും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനനുസരിച്ചു കൊണ്ടു തന്നെ മഹാനർ ദശകങ്ങൾ ഇവിടെ പ്രവർത്തിക്കുമെന്നും അല്ലെങ്കിൽ വർഷങ്ങൾ ഇവിടെ പ്രവർത്തിക്കുകയും ഭരിക്കുകയും ചെയ്യുമെന്ന സത്യം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അംഗീകരിച്ച നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. എന്തിനായിരിക്കും ഇത്? നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാലോ. യേശുക്രിസ്തുവിൻ്റെ ഫോട്ടോ, യേശുക്രിസ്തുവിൻ്റെ ചിത്രം മനസ്സിലില്ലാത്ത ഒരു മനുഷ്യനില്ല, ആരുമില്ല. മുസ്ലിമും അമുസ്ലിമും ആരുമില്ല. എന്താണ് ഇത്രമേലൊരു ചിത്രം, ഇത്ര തന്നെ വ്യക്തമായ രീതിയിൽ ഒരു ചിത്രം മറ്റാരുടേതും ഭൂലോകത്തുണ്ടാവുകയല്ല കഴിഞ്ഞു പോയവരിൽ. യേശുക്രിസ്തുവിൻ്റെ ചിത്രം, ആ അന്തസ്സാർന്ന മുടിയും ആ അന്തസ്സാർന്ന രൂപവും അത് നമ്മൾ കാണുക. ആ കാണുന്ന ഒരു രൂപത്തെ ലോകത്തിൻ്റെ മുമ്പിൽ ഒന്നിച്ച് ഇന്നും നിലനിൽക്കുന്ന രീതിയിൽ ലോക സമൂഹത്തിന് സുപരിചിതമായ രീതിയിൽ നിലനിർത്തപ്പെട്ടിരിക്കുന്നു. അത് നിലനിർത്തിപ്പോരുന്നതിൽ മതപരമായ ലാക്കും മതപരമായ നേട്ടങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് ക്രിസ്ത്യാനിറ്റി വളരെ മുന്നിലുണ്ട്, ശരിയാണ്. അതേപോലെ തന്നെ ആ യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കുരിശ് ചിഹ്നവും ഇത് ലോകത്ത് വളരെ വ്യാപകമാണ്. ഈ വ്യാപകമായിരിക്കുന്ന രണ്ടിനും നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർത്ഥവത്തായ രീതിയിൽ പ്രവചിച്ചിട്ടുള്ള ആ പ്രവചനത്തെ നമുക്ക് നല്ലപോലെ ബോധ്യപ്പെടാനും ഒരു സംശയവും തോന്നാതെ നമ്മുടെ മനസ്സിൽ അത് നല്ലവണ്ണം ബോധ്യപ്പെട്ടുകൊണ്ട് സമാധാനപൂർണമായി സമാധാനപൂർണരായി നമ്മൾ ഇരിക്കുന്നതിന് വേണ്ടി തന്നെ മഹാനവരുടെ ആഗമനമുണ്ട്. ആ ആഗമനത്തിന് മുമ്പ് വരുന്ന ദജ്ജാലിനെ കൊല്ലുന്നത് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമാണ്. ഇസ്ലാം അല്ലാതെ മറ്റൊന്നും അവിടെ നിന്ന് സ്വീകരിക്കുകയില്ല. കുരിശിനെ തച്ചുടക്കുകയാണ് അവിടെ നിന്ന് ചെയ്യുന്ന ഒരു ദൗത്യം. അവിടത്തെ പേരിൽ ദുരാരോപണം ഉന്നയിക്കപ്പെട്ടുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ട കുരിശിനെ തച്ചുടക്കും. പന്നിയെ കൊല്ലുകയാണ് ബഹുമാനപ്പെട്ടവർ ചെയ്യുന്ന മറ്റൊരു സംഗതി. ഇതൊക്കെ നമ്മുടെ ഹദീസുകളിൽ വളരെ വ്യക്തമായി പറയുന്നു. ഈ വ്യക്തമായി പറയുന്ന സംഭവങ്ങളൊക്കെ വിശ്വസിച്ചവരാണ് നമ്മൾ. എന്താണ് ഈ വിശ്വാസത്തിൻ്റെ താല്പര്യം? ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ഈ സുപരിചിതമായ മുഖമുള്ള, ഈ സുപരിചിത രീതിയിലുള്ള മഹാൻ ഇന്ന പള്ളിയിൽ ഇന്നിടത്ത് പ്രത്യക്ഷപ്പെടുന്നും ഇറങ്ങി വരുമെന്നും ആളുകൾ സുബ്ഹ് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഡമാസ്കസിലെ പള്ളിയുടെ വെള്ളമനാരത്തിൽ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം പ്രത്യേകമായ നിറത്തിലുള്ള, അള്ളാഹുവിൻ്റെ റസൂൽ ആ നിറങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ട്, ഏതാണ്ട് ഒരു മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം പുതച്ചുകൊണ്ട്, പുതപ്പ് പുതച്ചുകൊണ്ട്, നല്ല നനവുള്ള മുടിയോടുകൂടെ തന്നെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുമ്പോൾ ഡമാസ്കസിലെ ജാമിഇന്റെ മനാറമോ ലോകത്തിനറിയില്ല. അവിടെ ഇസ്ലാമില്ല, ഇസ്ലാമേ വന്നിട്ടില്ലാത്ത ഒരു പ്രദേശം. ആ പ്രദേശത്തെയാണ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ഡമാസ്കസ് പള്ളിയുടെ മനാരത്തിൽ വരുമെന്ന് അതിലൊക്കെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ആ ഇറങ്ങുന്ന ഈസാ നബി അലൈഹിസ്സലാം മഹ്ദി റളിയല്ലാഹു അൻഹു എന്ന മഹാനർ ഭരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം വരുമെന്നും ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുമ്പോൾ ഒരു നബിയല്ലേ വന്നത്, റൂഹുള്ളയല്ലേ വന്നത്, അതുകൊണ്ട് ഞാൻ മാറി നിൽക്കാം, അതുകൊണ്ട് അവിടെ നിന്ന് നിസ്കരിക്കട്ടെ എന്ന് പറയുമ്പോൾ അല്ല, നിങ്ങൾ തന്നെ നിസ്കരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം മഹ്ദിയോ അവർകളോട് നിസ്കരിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുമെന്നും അങ്ങനെ നിർദ്ദേശിച്ച ആ മഹ്ദിയുടെ പിന്നിൽ ഈസാ നബി അലൈഹിസ്സലാം നിസ്കരിക്കുകയും പിന്നീടങ്ങോട്ട് മഹ്ദിയും വഫാത്തായി കഴിഞ്ഞ ശേഷം സുന്ദരമായി ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ഭരണം നീണ്ട വർഷങ്ങൾ തന്നെ ഇവിടെ നടക്കുമെന്നും പറയുമ്പോൾ ആ ഈസാ നബി ഇറങ്ങി വരുന്ന കാലത്ത് യൂറോപ്യരും ക്രിസ്ത്യാനികളുമെല്ലാം അവരുടെ ഇന്നത്തെ വിശ്വാസത്തിൽ തന്നെ, യേശു ക്രിസ്തുവിനെ കുറിച്ച് അവർ വിശ്വസിക്കുന്ന ഇന്നത്തെ വിശ്വാസത്തിൽ തന്നെ നിലകൊള്ളുമെന്ന് ചിന്തിക്കാൻ കഴിയുമോ? നമുക്ക് ഒരിക്കലും ചിന്തിക്കേണ്ട, അങ്ങനെ ഉണ്ടാവുകയില്ല. ഈ ക്രിസ്ത്യാനിറ്റി മുഴുവൻ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിക്കുന്നവരായിരിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കാൻ മടുപ്പുള്ളവരും വിശ്വസിക്കാൻ നിഷേധചിന്തയുള്ളവരും
ശാസ്ത്രവുമുള്ളവരും വെറുപ്പുള്ളവരും അസൂയുള്ളവരും ജൂതന്മാരാണ്. ആ ജൂതന്മാരെ ഒന്നില്ലാതെ കൊല്ലപ്പെടുമെന്നും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഇന്നവർ കൊന്നൊടുക്കുന്നതിന് കണക്ക് തീർത്തുകൊണ്ട് പണ്ടവരെ കൊല്ലപ്പെട്ടതിൻ്റെ പ്രതികാരാഗ്നിയാണ് അവരുടെ മനസ്സിൽ, രോഷാഗ്നിയാണ് അവരുടെ മനസ്സിൽ. ആ രോഷാഗ്നിയുള്ള അതേ വർഗം കരുണയില്ലാത്ത, എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത് എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ പെരുമാറിയ ചരിത്രങ്ങളെല്ലാം അവർ അർഹിക്കുന്നത് തന്നെയാണെന്ന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള നിഷ്ഠുരന്മാരായിട്ടുള്ള ജൂതന്മാർ. ആ ജൂതന്മാരെ ഒളിപ്പിക്കാൻ വല്ല നിലത്തിലും കുണ്ടോ കുഴിയോ ഉണ്ടെങ്കിൽ ആ കുണ്ടും കുഴിയും ഇതാ ഒരു ജൂതൻ ഇവിടെ ഒളിച്ചിരുന്നിരിക്കുന്നു, അതുകൊണ്ട് കൊല്ലൂ എന്ന് വിളിച്ചു പറയും. ആ പ്രദേശവും മരവും വൃക്ഷവും ഒളിച്ചിരുന്ന കുറ്റിക്കാടുകൾ വരെയുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന വിധം ജൂതരൊന്നില്ലാതെ കൊല്ലപ്പെടുകയും ക്രിസ്ത്യാനികളൊന്നില്ലാതെ മുസ്ലിമാകുകയും ചെയ്യുന്ന ഒരു ലോകം. ആ ലോകത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് സ്വപ്നമല്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനമാണ്, പ്രവചനമാണ്. നമ്മൾ കാത്തിരിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു ലോകം കാത്തിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനു മുൻപ് കാണുന്ന പരീക്ഷണങ്ങൾ എന്തു പരീക്ഷണമാണ്? ഭൂരിപക്ഷമില്ലാതിരുന്നാലും ആ ഭൂരിപക്ഷമില്ലാതെ വന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് മാത്രമായി ഇവിടെ ഭരണം നടത്തുകയും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനനുസരിച്ച് ഭരിക്കുന്ന ഒരു ഭരണാധികാരിയായി മാത്രം റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം വഹ്യുകൾ അവതരിക്കുന്ന, വഹ്യുകൾ ലഭ്യമാകുന്ന, പ്രവാചകത്വ സ്ഥാനമുള്ള, റിസാലത്തിൻ്റെ സ്ഥാനമുള്ള മഹാനർ നബിയുടെ അനുയായിയായി മാറിയ ഒരു ഭരണാധികാരിയായി തന്നെ ഇവിടെ നിലനിന്നുകൊണ്ടിരിക്കുമെന്നും ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പ്രവചനത്തിൽ വിശ്വസിച്ചിട്ടുള്ളവരാണ് നാം. അത് കാത്തിരിക്കുന്നവരാണ് നാം. നമ്മുടെ കാലത്ത് അവർ വന്നെങ്കിൽ അതെല്ലാം അതിർപ്പത്തോടു കൂടെ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെയുള്ള ഒരു മതത്തിൻ്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഇസ്ലാം എന്താകും, എവിടെ എത്തും, ആർക്കും ഇതിനെ തകർക്കാൻ കഴിയില്ല എന്ന ആ ഉത്തമമായ ആത്മവിശ്വാസവും ആത്മബോധവും ശരിയായിട്ടുള്ള ദൃഢമായ ഒരു ചിന്തയും നമ്മുടെ മനസ്സിൽ ഇട്ടുതൊന്ന് കണ്ടാണ്, നമ്മുടെ മനസ്സിൽ അതിന് വേണ്ടുന്ന ഉപദേശങ്ങളും ബോധനങ്ങളുമെല്ലാം നൽകിക്കൊണ്ടാണ് അഷ്റഫുൽ വറാ ത്വാഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേർപെട്ടു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന പരിസരത്തെ വ്യാകുലപ്പെടുത്തുന്ന കാഴ്ചകളിലോ പ്രയാസപ്പെടുന്ന വേദനകളിലോ നമ്മൾ വേദനിച്ചിരുന്നു കൊണ്ട് നമ്മുടെ ദൗത്യ നിർവഹണത്തിൽ നിന്ന് പുറകോട്ട് പോകാതെ, അല്ലെങ്കിൽ അന്തിച്ചു നിൽക്കാതെ, പരിഭ്രമിച്ചു നിൽക്കാതെ എന്താണ് തത്സമയം നേരിടുന്നതെങ്കിൽ ആ നേരിടുന്ന വിപത്തിനെതിരെ, നേരിടുന്ന വെല്ലുവിളിക്കെതിരെ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നമ്മുടെ ചുമതല എന്താണ്? നമ്മെ അല്ലാഹു തആല ഏൽപ്പിച്ചത് എന്താണ്? അത് നിർവഹിച്ചുകൊണ്ട് മുന്നേറുക. ഇതാണ് വിശ്വാസികളെ അല്ലാഹു ആഹ്വാനം ചെയ്തിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വിശ്വാസികളായിട്ടുള്ളവരെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഇത് സംസാരം. സൂറത്ത് മുഹമ്മദ് എന്ന പേരിൽ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള ഒരു സൂറത്താണ് വിശുദ്ധ ഖുർആനിലുള്ളത്. ആ സൂറത്തിൻ്റെ അകത്തെ ഒരായത്താണിത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളായിട്ടുള്ളവരെ, ഇൻ തൻസുറുല്ലാഹ, നിങ്ങളോട് അല്ലാഹു എന്താണ് കൽപ്പിച്ചിട്ടുള്ളതെങ്കിൽ, നിങ്ങളിൽ നിന്ന് അല്ലാഹു എന്താണ് തേടുന്നതെങ്കിൽ ആ തേട്ടത്തിൽ ചുമതലയായി മനസ്സിലാക്കിക്കൊണ്ട് ആ തേട്ടത്തെ നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ, നിങ്ങളുടെ ചുമതല മനസ്സിലാക്കിക്കൊണ്ട് ആ ചുമതല നിർവഹിച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ, അല്ലാഹു നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്ന മത്ലൂബ് എന്താണോ ആ മത്ലൂബിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ മത്ലൂബിൻ്റെ കാര്യം നിർവഹിച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ യൻസുറുക്കും, മറ്റെല്ലാ ശക്തികൾക്കുമെതിരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് വേണ്ട സഹായം അല്ലാഹു തആല നൽകും. ബൗദ്ധികമായ സഹായം വേണമോ, ബുദ്ധിപരമായ സഹായം വേണമോ, പ്രാമാണികമായ സഹായം വേണമോ, ആരെയും നേരിടേണ്ട തരത്തിലുള്ള ബുദ്ധിശക്തിയും ചിന്താശക്തിയും വേണമോ, വിഭവശേഷികൾ വേണമോ, വിജ്ഞാനങ്ങൾ വേണമോ, ഇതൊക്കെ നൽകിക്കൊണ്ട് നിങ്ങളെ അല്ലാഹു തആല സഹായിക്കും. നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കണം. നമ്മുടെ സഹായമൊന്നും അല്ലാഹുവിന് ആവശ്യമില്ലല്ലോ. അല്ലാഹു നടത്തേണ്ട കാര്യം
നടത്താൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഈ സൃഷ്ടികൾക്കിടയിൽ മറ്റെല്ലാ സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തമായ സവിശേഷ സിദ്ധികൾ തന്നുകൊണ്ട്, വിവേകം തന്നുകൊണ്ട്, അഖല് തന്നുകൊണ്ട് എല്ലാ സൃഷ്ടികൾക്കിടയിലും ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ, സൃഷ്ടിജാലങ്ങൾക്കിടയിൽ മുഴുവനായി കൊണ്ട് എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കപ്പെട്ട നിയമങ്ങളാണ് നമുക്ക് അല്ലാഹു തആല സമ്മാനിച്ചിരിക്കുന്നത്. എല്ലാം വിവരിക്കുന്ന തരത്തിലുള്ള ഉദ്ദേശങ്ങൾ ഒന്നും പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമത്തിൽ നിന്ന് പുറത്തു കടക്കുന്നില്ല. എന്തിനെ പറ്റിയും പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമം വ്യക്തമായി, വ്യക്തിപരമായി, കുടുംബപരമായി, പ്രകൃതിപരമായി, പ്രാപഞ്ചികമായി, പുൽമേടുകളുമായി, മലകളുമായി, നദികളുമായി, വെള്ളക്കുഴികളുമായി, സമുദ്രങ്ങളുമായി, ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതുമായെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളെന്തു ചെയ്യണം, നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ത്, നിങ്ങളുടെ ചുമതല എന്ത്, നിങ്ങൾ പാലിക്കേണ്ട നിയമമെന്ത്, ഇത് വിശദമായി വിവരിച്ചിട്ടുള്ളതാണ് പരിശുദ്ധ ഇസ്ലാം. ആ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട നിങ്ങളാ സൃഷ്ടിക്കപ്പെട്ട ഉദ്ദേശം നടപ്പാക്കിക്കൊണ്ട് അല്ലാഹുവിനെ സഹായിക്കണം. അങ്ങനെ നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ യൻസുർക്കും, വേണ്ട വിധം അല്ലാഹു നിങ്ങളെ സഹായിക്കും. ഇവിടെയും സഹായിക്കും, പരലോകത്തും സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, ശത്രുക്കളുടെ മുമ്പിൽ കാലിടറാതെ നിൽക്കാൻ, അചഞ്ചലമായി നിൽക്കാൻ, മനസ്സുറപ്പോടെ നിൽക്കാൻ, ആത്മധൈര്യത്തോടുകൂടെ നിൽക്കാൻ നിങ്ങളെ അല്ലാഹു തആല സഹായിക്കും. അത് നിങ്ങൾക്ക് അല്ലാഹു തആല സമ്മാനിക്കും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സൂറത്ത് മുഹമ്മദിലെ 7-ാമത്തെ ആയത്ത്, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ അത്ര ഒരായത്താണ്. ഈ ഒരായത്തിൽ അല്ലാഹു നിർദ്ദേശിച്ച ആ നിർദ്ദേശമാണ് നമ്മുടെ ചുമതല. നമ്മെ എന്തിനാണോ സൃഷ്ടിച്ചത്, നമുക്കെന്താണോ കഴിയുക, നമ്മൾ ഓരോരുത്തർക്കും വ്യത്യസ്ത തരത്തിലാണ് കഴിയുക. പണ്ഡിതന്മാർക്ക് അവരുടെ പാണ്ഡിത്യവും അറിവും വിനിയോഗിച്ചുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ തന്നെ പലവിധ കഴിവുള്ളവർ, പലവിധ സിദ്ധിയുള്ളവർ, പലവിധ സ്വഭാവക്കാർ, അവരവർക്ക് എന്താണോ കഴിയുക, അങ്ങനെയല്ലേ നമ്മുടെ അഭിവന്ദരായ നേതാക്കന്മാരും മശായിഖുമാരും എല്ലാം ഇവിടെ അവരുടെ ധർമ്മം പുലർത്തിപ്പോകുന്നത്. ദർസ് നടത്തിക്കൊണ്ട് ജീവിക്കാൻ പറ്റുന്നവർ ആത്മാർത്ഥമായും ആ ദർസിൽ സമർപ്പിതമായി കൊണ്ട് ജീവിച്ചു. നല്ല മുദരിസുമാരായി വഅദ് നടത്താൻ കഴിയുന്ന ആളുകൾ വഅദിൽ ജീവിതം രാവും പകലും ആ വഅദിൻ്റെ പേരിൽ തന്നെ ജീവിച്ച് വഅദ് പറഞ്ഞുകൊണ്ട് സമൂഹത്തെ സമുദ്ധരിച്ചുകൊണ്ട് തന്നെ ജീവിച്ചിട്ടുള്ളവർ, കാലാകാലങ്ങളിലായി ഇസ്ലാമിക സമൂഹത്തെ സമുദ്ധരിച്ചുകൊണ്ടും ജീവസുറ്റതായി നിലനിർത്തിക്കൊണ്ടും സേവനം ചെയ്ത മഹത്തുക്കളായ വഅദുമാരുടെ ചരിത്രം നമുക്കൊരു വിഷയമാക്കി അവതരിപ്പിച്ചാൽ ധാരാളം ഇമാമുകളെ നമുക്ക് വാഴ്ത്താൻ കഴിയും. മുദരിസുമാരായും അധ്യാപകന്മാരായും പണ്ഡിതന്മാരെ സൃഷ്ടിച്ചെടുക്കുന്ന മഹാവിദ്വാൻമാർ, ആ മഹാഗുരുവര്യന്മാരുടെ മാർഗത്തിലൂടെ അവർ സഞ്ചരിച്ചു. പണ്ഡിതന്മാരിൽ വളരെ കുറഞ്ഞവരും ചെറിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരുമാവാം, വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരുമാകാം. ചിലപ്പോൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ ഇസ്ലാമികമായ ചുറ്റിലുള്ള ജീവിതം, വിശ്വാസത്തിൻ്റെ ജീവിതം, കർമ്മപരമായ പാഠങ്ങൾ, ആ അടിസ്ഥാനപരമായി നൽകേണ്ട ദീനിയാത്തും അമലിയാത്തും അഖ്ലാഖുമൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സേവനം ചെയ്യുന്ന മദ്രസ മുഅല്ലിമുകൾ അടക്കം ഇൽമുമായി സേവനം ചെയ്തുകൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സമൂഹം എന്നും അവരവരുടെ സേവനം ആത്മാർത്ഥമായി നിർവഹിച്ചിട്ടുണ്ട്. അപവാദങ്ങളിൽ നിന്നല്ല, കറുത്ത പുള്ളികളുണ്ടായിട്ടില്ലെന്നല്ല, അതെല്ലാ കാലത്തും എല്ലാ വിഭാഗത്തിലും എല്ലായിടത്തും ഉണ്ടാകുമല്ലോ, ഏത് മേഖലയിലും ഉണ്ടാകും. അതേസമയം വളരെ സുന്ദരമായി അവരവരുടെ കടമകൾ നിർവഹിച്ചു പോന്നിട്ടുണ്ട്. വിശ്വാസികളിലും അങ്ങനെ തന്നെ കച്ചവടക്കാരായി, ധനികന്മാരായി, സമ്പന്നന്മാരായി, ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയിൽ എന്താണോ അള്ളാഹുവിനെ സഹായിക്കാൻ കഴിയുന്നത്, ചുമതലകൾ നിറവേറ്റിക്കൊണ്ട് നിങ്ങളിൽ നിന്ന് തേടുന്നത് എന്താണ്, ഡോക്ടറിൽ നിന്ന് തേടുന്നതും, ധനികന്മാരിൽ നിന്ന് തേടുന്നതും, പ്രമാണിമാരിൽ നിന്ന് തേടുന്നതും, ശാരീരികമായി കെൽപ്പുറ്റ കായിക ബലമുള്ളവരിൽ നിന്ന് തേടുന്നതും ഓരോരുത്തരിൽ നിന്നും വ്യത്യസ്തമാണല്ലോ. എന്താണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു മഹത്തായ പ്രത്യേകത, സവിശേഷത? എല്ലാവർക്കും അവരവരുടെ മേഖലയിൽ ജീവിച്ചുകൊണ്ട് ലക്ഷ്യത്തിലെത്താൻ, അള്ളാഹുവിൻ്റെ പൊരുത്തം നേടാൻ സാധിക്കുന്ന വിധമുള്ള വിശാലമായ, വളരെ വികസിച്ചിട്ടുള്ള അതിവിപുലമായ നിയമസംഹിതയല്ലേ നമ്മുടെ ശരീഅത്ത്. ആ ശരീഅത്തിലൂടെ നിങ്ങളൊന്ന് കണ്ണോടിച്ചു നോക്കൂ. എത്ര ധനികന്മാർ പുത്തുനബിയുടെ സ്വഹാബത്തിൽ തന്നെ, എത്ര കച്ചവടക്കാർ നബിയുടെ സ്വഹാബത്തിൽ തന്നെ,
എത്രയെത്ര ചിന്തകന്മാർ നബിയുടെ സ്വഹാബത്തിൽ തന്നെ, എത്രയെത്ര പാവങ്ങൾ നബിയുടെ സ്വഹാബത്തിൽ തന്നെ. എല്ലാവരുമുണ്ട് സ്വഹാബത്തിൽ. ശേഷം വന്ന സമൂഹത്തിൽ എല്ലാവർക്കും അവരവരുടെ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ചുമതലകൾ നിർവഹിക്കാൻ പറ്റും. എല്ലാവർക്കും ചുമതലയുണ്ട്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി. നിങ്ങളെല്ലാവരും ചുമതലയുള്ളവരാണ്, ഇടയന്മാരാണ്, ആടിൻപറ്റങ്ങളല്ല. എല്ലാവരും നിങ്ങൾ ചുമതലയുള്ളവരാണ്. ചിലർ പറയുന്നത് ഇടയൻ ഒന്ന്, ആ ഇടയന് കീഴിൽ ആ സമൂഹം ഒന്നാകെ ആ ഇടയനെ സർവദാ സമർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി നിലനിൽക്കുമ്പോൾ, പൗരോഹിത്യത്തിന്റെ വിശാലമായ വ്യവസ്ഥ നിലനിൽക്കുന്ന കാലത്താണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനം കുല്ലുക്കും റായിൻ, നിങ്ങളെല്ലാം ഓരോരുത്തരും ഇടയനാണ്. ആ ഇടയന് നോക്കാനും ആ ഇടയന് പരിപാലിക്കാനും പറ്റുന്ന അജങ്ങളും ആടിൻപറ്റങ്ങളും നിങ്ങൾക്കെല്ലാവർക്കുമുണ്ട്. കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി, നിങ്ങൾ മേച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അജങ്ങളെപ്പറ്റി, നിങ്ങളുടെ ആടിൻപറ്റങ്ങളെപ്പറ്റി നിങ്ങൾ ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ബോധിപ്പിക്കുന്ന ഉത്തരവാദിത്തമുണ്ടല്ലോ. ആ ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തരും അറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചാൽ അള്ളാഹുവിനെ സഹായിക്കലാവും, അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കലാവും, അള്ളാഹുവിൻ്റെ ശരീഅത്തിനെ സഹായിക്കലാവും. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ചുമതലകൾ നിറവേറ്റിക്കൊണ്ട് സഹായിച്ചാൽ യൻസുർക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കും. ഇങ്ങനെ തന്നെയാണ് ഈ ദീൻ ഇവിടെ ജ്വലിച്ചു നിന്നത്. ഇങ്ങനെയാണ് ഈ ദീൻ വെല്ലുവിളികളെ അതിജീവിച്ചത്, എതിരാളികളെ അതിജീവിച്ചത്. ആ രീതിയിൽ തന്നെ എന്നും ഇത് മുന്നേറിക്കൊണ്ടിരിക്കും. നാം കാത്തിരിക്കുന്ന റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം എന്ന യേശുക്രിസ്തുവിൻ്റെ അവതരണം, അന്തിക്രിസ്തുവിനെ വധിക്കും ക്രിസ്തു എന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾക്ക്, അന്തിക്രിസ്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്നതില്ലെങ്കിലും ദജ്ജാൽ എന്ന് നമ്മൾ കേൾക്കുന്ന ആ ദജ്ജാലിനെ കൊല്ലുക എന്ന അതേ ദൗത്യം റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം നിർവഹിക്കുന്നത് കാണാൻ ഈ സമൂഹത്തിന് സാധിക്കും, ഈ സമൂഹത്തിൻ്റെ പിൻതലമുറക്ക് സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനമാണിത്. അങ്ങനെയുള്ള ഒരു നല്ല കാലത്തെക്കുറിച്ച്, ഇസ്ലാം മാത്രം സ്വീകരിക്കപ്പെടുന്ന ഒരു കാലത്തെക്കുറിച്ച്, പിന്നെ അതിനുശേഷം ഖിയാമത്തുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള ഒരുതരം അരാജകത്വവും കുത്തഴിൻ്റെ ജീവിതവും തമ്മാടിത്തവും ദുർനടപ്പും വർദ്ധിച്ചു വന്ന് അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരാളും ബാക്കിയില്ലാത്ത കെട്ട മനുഷ്യന്മാർക്ക് മേൽ, കെട്ട ജീവികൾക്കുമേൽ ഈ ലോകത്തിൻ്റെ സർവനാശമായി തീരുന്ന ആ ഖിയാമത്ത് നാളിൻ്റെ കമ്പനങ്ങളും പ്രകമ്പനങ്ങളും മുഴക്കങ്ങളും വരുന്ന സന്ദർഭമായിരിക്കും പിന്നീട്. അതിനു മുൻപ് അതിസുന്ദരമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 4 ഖുലഫാ റാഷിദുകളും ആണ് ഇസ്ലാമിൻ്റെ ഖിലാഫത്ത്. ഇസ്ലാമിൻ്റെ ഖിലാഫത്ത് എന്ന് പറയുമ്പോൾ ആരും പേടിക്കേണ്ട ഒന്നൊന്നല്ലത്. അള്ളാഹുവിൻ്റെ റസൂല് എങ്ങനെയാണോ ഈ സമൂഹത്തിന് പ്രമാണമായത്, ആ വിധം ഖിലാഫത്തും ഈ സമൂഹത്തിന് ദീനിൻ്റെ പ്രമാണമായി, ദീനിൻ്റെതാണ്, ഇസ്ലാമിൻ്റെതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇസ്ലാമിൻ്റെ ഒരു പ്രമാണമാണ് ഖിലാഫത്ത്. അതിനെ നാം ഖിലാഫത്ത് എന്ന് വിളിക്കുന്നുള്ളൂ. അള്ളാഹുവിൻ്റെ ഹബീബ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്കു ശേഷം എൻ്റെ ഖിലാഫത്ത് 30 കൊല്ലമുണ്ടാകും. ആ 30 കൊല്ലം കഴിഞ്ഞാൽ പിന്നീട് രാജഭരണമായിരിക്കും ഉണ്ടാവുകയെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കൃത്യം 30 കൊല്ലക്കാലം മാത്രം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം സയ്യിദുനാ അബൂബക്കർ, സയ്യിദുനാ ഉമർ, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സയ്യിദുനാ അലി കറമല്ലാഹു വജ്ഹുഹു എന്നിവർ ഒരു 39 വർഷക്കാലം ഈ 4 മഹാന്മാരായി ഖലീഫമാർ എന്ന് നമ്മൾ എണ്ണി വരുന്നവരും 6 മാസക്കാലം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പൊന്നോമന മകൻ മുത്തനബിയുടെ പൗത്രനും പൊന്നോമന മകനുമായ ഹസൻ റളിയല്ലാഹു അൻഹു തങ്ങളവர்கள் ഖലീഫയായും വാണ ആ 30 കൊല്ലം കൃത്യമായി പൂർത്തിയായതിനു ശേഷം രാജഭരണത്തിൻ്റെ പ്രത്യേകതയിലേക്കു തന്നെ നീങ്ങി. ആ രാജഭരണമല്ല ഖിലാഫത്ത്. അതിൽ ഖിലാഫത്ത് അബ്ബാസിയ, ഖിലാഫത്ത് ഉമവിയ എന്ന പേരിലൊക്കെ ഇസ്ലാമിക ലോകത്ത് ഖിലാഫത്ത് എന്ന് പറയും. ആ ഖിലാഫത്തല്ല വാസ്തവത്തിൽ ഇസ്ലാമിൻ്റെ ഖിലാഫ. ഇസ്ലാം നബിയുടെ പ്രതിനിധാനത്തെയാണ് ഖിലാഫത്ത് എന്ന് പറയുന്നത്. ആ ഖിലാഫത്ത് 4 ഖലീഫമാരും ഹസൻ എന്നവരുടെ 6 മാസക്കാലം കൂട്ടിയാൽ കൃത്യം 30 വർഷക്കാലമാണ്.
ഈ 4 ഖലീഫമാരുടെ കാലത്ത് നടന്ന സംഭവങ്ങളും അന്നത്തെ തീരുമാനങ്ങളും ഈ ലോകത്തിന് ഇസ്ലാമിൻ്റെ മാർഗദർശനമായി, ഇസ്ലാമിൻ്റെ പ്രമാണമായി മനസ്സിലാക്കാൻ പറ്റുന്നവയാണ്. ആ ഖിലാഫത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം വന്ന 30 വർഷമില്ലേ, അല്ലെങ്കിൽ 40 വർഷമില്ലേ, ആ 40 വർഷം നബിയുടെ 10 വർഷവും 30 വർഷക്കാലമുള്ളതിന് സമാനമായി ഒരു 40 വർഷം ഈ ഉമ്മത്തിൻ്റെ അവസാന ഭാഗത്ത്. എല്ലാ അഭിപ്രായ വ്യത്യാസമില്ലാത്തതല്ല ഈ വർഷത്തിൻ്റെ കാര്യത്തിൽ, അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു 40 വർഷക്കാലം മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ നേതൃത്വത്തിൽ ഇസ്ലാം മാത്രം ലോകത്തുണ്ടാകുന്ന ഒരു കാലത്തെ നാം കാണുന്നു, നാം വിശ്വസിക്കുന്നു, നാം കാത്തിരിക്കുന്നു. ഈ സമൂഹത്തിന് ഈ ഒരു വിശ്വാസം വലിയ ഒരു തണലാണ്, ഒരാശ്വാസമാണ്. ഈ ആശ്വാസത്തോടു കൂടെ തന്നെ കാണുന്ന വെല്ലുവിളികൾക്ക് മുമ്പിൽ ചൂളാതെ, ഒന്നിൻ്റെയും പരിഭ്രമിക്കാതെ, ഒന്നിനെപ്പറ്റിയും സങ്കടപ്പെട്ട് നമ്മുടെ ചുമതലകളിൽ നിന്നും മാറി നിൽക്കുന്ന വിധത്തിലുള്ള ഒരാലസ്യത്തിലേക്ക് നീങ്ങുന്ന തരത്തിലുള്ള നിരാശയും പരിഭ്രമവും സങ്കടവും തോന്നാതെ ചുമതലകൾ ഓർത്തുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ ചുമതലകൾ നിർവഹിക്കുക. സംഘങ്ങൾ അവരുടെ ചുമതലകൾ നിർവഹിക്കുക, സംഘടനകൾ അവരുടെ ചുമതലകൾ നിർവഹിക്കുക. അതില്ലാതെ കണ്ടുകൊണ്ട് നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ചുമതലകളിൽ നിന്ന് മാറി നമ്മൾ ദുഷിക്കുമ്പോഴാണ്, വിശ്വാസികൾ ദുഷിക്കുമ്പോഴാണ്, വിശ്വാസികളുടെ നായകർ ദുഷിക്കുമ്പോഴാണ്, വിശ്വാസികളുടെ ഉലമാക്കന്മാർ ദുഷിക്കുമ്പോഴാണ് പ്രശ്നം. ഇതാണ് ലോകത്തെ എപ്പോഴും നശിപ്പിക്കുന്ന പ്രശ്നം.